ഭാരതത്തെ കോർത്തിണക്കിയ സർദാർ പട്ടേൽ, ഏകതയുടെ ശില്പി. അനിൽ മണ്ണത്തൂരിന്റെ രചന. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിന് രൂപം നൽകിയ അതുല്യ പ്രതിഭയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന അദ്ദേഹം ചിന്നിച്ചിതറിപ്പോകുമായിരുന്ന ഒരു രാഷ്ട്രത്തെ ഒരൊറ്റ ശക്തിയായി ഏകീകരിക്കുന്നതിൽ വഹിച്ച പങ്ക് ചരിത്രപരമാണ്. അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മഹത്തായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ പേരിലാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് 560-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. ഈ രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാനോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ ഉള്ള അവകാശം ബ്രിട്ടൻ നൽകിയിരുന്നു. ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ ഭീഷണി ഉയർത്തി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ദീർഘവീക്ഷണവും തന്ത്രജ്ഞതയും കൈമുതലായുള്ള സർദാർ പട്ടേൽ രക്ഷകനായി അവതരിക്കുന്നത്. വി.പി. മേനോന്റെ സഹായത്തോടെ പട്ടേൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുകയും ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന കരാറുമായി നാട്ടുരാജ്യങ്ങളെ സമീപിക്കുകയും ചെയ്തു. നയതന്ത്രം, അനുനയം, സമ്മർദ്ദം, ആവശ്യമെങ്കിൽ സൈനിക നടപടി എന്നീ 4 തന്ത്രങ്ങളാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. മിക്ക നാട്ടുരാജ്യങ്ങളെയും അദ്ദേഹം സൗഹൃദപരവും സമൃദ്ധവുമായ ചർച്ചകളിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. എങ്കിലും ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ തുടങ്ങിയ ചില രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കലിന് വിമുഖത കാണിച്ചു. ജുനഗഡിൽ ജനഹിത പരിശോധനയിലൂടെയും ഹൈദരാബാദിൽ ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്ന പോലീസ് നടപടിയിലൂടെയും പട്ടേൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി. കാശ്മീരിന്റെ കാര്യത്തിൽ മഹാരാജ ഹരിസിംഗ് ഒപ്പുവെച്ച ലയന കരാറിലൂടെ കാശ്മീരിനെയും ഇന്ത്യയുമായി ചേർത്തു. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ത്യയുടെ ഉരുക്ക് ചട്ടക്കൂട്, സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചതും രാജ്യത്തിന്റെ ഭരണപരമായ ഏകീകരണം ഉറപ്പാക്കിയതും അദ്ദേഹമാണ്. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത പ്രയത്നങ്ങൾ രാഷ്ട്രത്തിന് ദിശാബോധം നൽകി. സർദാർ പട്ടേലിന്റെ ഈ ദൗത്യമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒറ്റക്കെട്ടായ ഇന്ത്യ രൂപം കൊള്ളുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏകതാശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും അനിഷേധ്യമായ സ്ഥാനമുണ്ടായിരുന്നു സർദാർ പട്ടേലിന്. ഗാന്ധിജിയുടെ വിശ്വസ്ത ശിഷ്യനായിരുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ രൂപീകരണത്തിലും പ്രവർത്തനങ്ങളിലും സുപ്രധാന പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രനിർമ്മാണത്തിൽ അദ്ദേഹം സജീവമായി. 1950 ഡിസംബർ 15-ന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 1991-ൽ മരണാനന്തരം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഗുജറാത്തിലെ നർമ്മദാ നദീതീരത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചത് ഇന്ത്യയുടെ ഐക്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാണ്. ഈ പ്രതിമ അദ്ദേഹത്തിന്റെ മഹത്തായ ദൗത്യത്തിന് കാലം നൽകിയ അംഗീകാരമായി ഇന്നും നിലകൊള്ളുന്നു.